CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അന്തിമ ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവും. LDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കും. തുടർന്ന് സംസ്ഥാന സമിതി യോഗവും ചേരും. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. അതിപ്പോൾ സാധാരണ ഉണ്ടാവാറുള്ള സെക്രട്ടേറിയറ്റ് പോലെയല്ല. സ്ഥാനാർത്ഥി നിർണയം അത് വലിയൊരു കടമ്പയാണ്. ഏറെക്കുറൊരു ലിസ്റ്റ് തയ്യാറാവുമോ ഇന്നത്തെ സെക്രട്ടേറിയറ്റിലൂടെ? തീർച്ചയായും അത്തരത്തിലുള്ള ലിസ്റ്റിലേക്ക് പോകാൻ തന്നെയാണ്. കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലിസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് പ്രചാരണം അടക്കമുള്ള പരിപാടികളിലേക്ക് പോകാനാണ് CPM തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗം ഏറെ നിർണായകമാണ് താനും. ഇന്നലെ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലടക്കം പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉന്നോടകം തന്നെ വന്നിട്ടുണ്ട്, പ്രഖ്യാപനമടക്കം വന്നിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന കാര്യം കൂടി ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. നേരത്തെ തന്നെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും ചേർന്നുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, ഓരോ ജില്ലയിലും വരേണ്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ലിസ്റ്റ് അടക്കം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ലിസ്റ്റുകളൊക്കെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുകയും പിന്നീട് സംസ്ഥാന സമിതി ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ത് തന്നെയായാലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു വലിയ തീരുമാനത്തിലേക്ക്, മീൻസ് അവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ധർമ്മടത്ത് വീണ്ടും മത്സര രംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് ഇളവുകൾ നൽകിക്കൊണ്ട് പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നത്. മട്ടന്നൂരിലാണ് അവർ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. മട്ടന്നൂർ അല്ലെങ്കിൽ താൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്നൊരു നിലപാട് കൂടി അവർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 5 തവണയായി മട്ടന്നൂരിൽ നിന്ന് മത്സര രംഗത്തേക്കുള്ളതിനാൽ തന്നെ അവിടെ വീണ്ടും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവിടെ മട്ടന്നൂരിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജിനെയാണ് പാർട്ടി നിലവിൽ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്നാൽ തന്നെ KK ശൈലജ മത്സര രംഗത്തെ ഉണ്ടാകണമെങ്കിൽ പേരാവൂരിൽ തന്നെ മത്സരിക്കേണ്ടി വരും. എന്നാൽ പേരാവൂർ എന്ന് പറയുന്നത് സണ്ണി ജോസഫിൻ്റെ കൂടി മണ്ഡലമാണ്. സണ്ണി ജോസഫ് കഴിഞ്ഞ 2 തവണയായി അവിടെ മത്സര രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഏറെ ബുദ്ധിമുട്ട് പാർട്ടിക്ക് നേരിടേണ്ടി വരും എന്നതിനാൽ തന്നെയാണ് തനിക്ക് മട്ടന്നൂരിൽ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാടിലേക്ക് ഒരു പക്ഷേ KK ശൈലജ എത്തിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇക്കാര്യത്തിലടക്കം ഇനിയിപ്പോൾ KK ശൈലജ മത്സര രംഗത്തേക്ക് ഉണ്ടെങ്കിൽ തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ചർച്ചയാകും. ഒപ്പം തന്നെയാണ് തളിപ്പറമ്പിൽ ഉൾപ്പെടെ സുകന്യയുടെ പേരാണ് കൂടുതൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പാലക്കാട് P സരിനും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. P സരിൻ തന്നെ പാലക്കാട് മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിൽ പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ VN വാസവനും അതുപോലെ തന്നെ ഉടുമ്പൻചോലയിൽ MM മണിയും ആ കാര്യങ്ങളൊക്കെയും തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വന്നിരുന്നു. ആ ലിസ്റ്റുകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള ലിസ്റ്റുകളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എത്തും. അതിനുശേഷം അത് സംസ്ഥാന സമിതിയിലേക്ക്, അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന സമിതിയിലേക്ക് പോകും. സംസ്ഥാന സമിതി ലിസ്റ്റ്, സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരും. ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൊടുത്തതിന് ശേഷം ഇത് കേന്ദ്ര നേതൃത്വത്തിന് അയക്കും. നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം ഇന്നലെ ചേർന്ന PB യോഗത്തിലടക്കം സ്ഥാനാർത്ഥി നിർണയം അടക്കം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തിലേക്ക് ലിസ്റ്റ് സമർപ്പിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുകയായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ കടമ്പ എന്ന് പറയുന്നത്. അതിനുശേഷം അത് സംസ്ഥാന സമിതിയിൽ കൂടി ചർച്ച ചെയ്ത് തീരുമാനമാക്കി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കാനായിരിക്കും തീരുമാനിക്കുക. എന്തുതന്നെയായാലും 7-ാം തീയതിക്കുള്ളിൽ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പിന്നീട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമടക്കം നടത്തി പ്രചാരണ പരിപാടികളിലേക്ക് പോകാനാണ് CPM തയ്യാറെടുക്കുന്നത്. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരാൻ പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അന്തിമ ചർച്ചകൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്.